13 വർഷം മുമ്പ് മുകേഷ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എന്തടി വിചാരിച്ചേ, ഞാനറിയാതെ നീ അമ്മ എന്ന അസോസിയേഷനിൽ നുഴഞ്ഞു കയറാമെന്ന് നീ വിചാരിച്ചോ? ഞാനറിയാതെ ഒരു ഇല പോലും മലയാള സിനിമയിൽ അനങ്ങത്തില്ല, മനസ്സിലായോ? നിനക്ക് കൊടുക്കാൻ വലിയ ഗമ്മയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട. മുകേഷ്, മണിയൻപിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവും നിർമ്മാതാവുമായ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, സിനിമ അണിയറ പ്രവർത്തകരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയായിരുന്നു നടിയുടെ പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പരാതി ലഭിച്ചയുടനെ നടിയെ ബന്ധപ്പെട്ടു. പരാതിയുടെ ഗൌരവം കണക്കാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരായ DIG S അജിത ബീഗവും AIG G പൂങ്കുഴലിയും നടിയുടെ മൊഴിയെടുക്കാൻ നേരിട്ട് ആലുവയിലെ ഫ്ളാറ്റിലെത്തി. SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിലെല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. നടി ഉന്നയിച്ച ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ വിവിധ സമയത്ത് നടന്നിട്ടുള്ളതാണ്. അതിനാൽ നടിയുടെ പക്കലുള്ള തെളിവുകൾ കൂടി ശേഖരിച്ചാവും മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിൽ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. 18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതുവരെ എത്തിയിട്ടുള്ളത്. അതിൽ 7 പരാതികൾ ആലുവ സ്വദേശിയായ നടിക്ക് നേരിട്ട ദുരനുഭവങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായില്ലെങ്കിലും വെളിച്ചം കണ്ടതോടെയാണ് മലയാള സിനിമയിലെ പല നടിമാരും നിർഭയത്തോടുകൂടി പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. ഇതോടെ പലരുടെയും പൊയ്മുഖങ്ങളാണ് പുറത്തുവരുന്നത്. അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.